മാളവള്ളിപ്പുറം പള്ളിയിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഗാനമേള നടന്നപ്പോൾ അവിടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിനെതിരെ 2020 പാർട്ടിയും BDJS-ഉം സംയുക്തമായി മാള പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. BDJS സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിനിൽ മാധവ്, 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് എന്നിവർ സംസാരിച്ചു. വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്, ഒരു വ്യക്തിയെ കൂട്ടമായിട്ട് നിന്ന് പോലീസ് തല്ലിച്ചതയ്ക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, പോലീസ് പറയുന്നത് അദ്ദേഹം കള്ളു കുടിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാണെന്ന്. അങ്ങനെ ഒരു വ്യക്തിയെ 10 പോലീസ് വട്ടം കൂടി അടിക്കുകയാണോ ന്യായം, അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതാണോ ന്യായം? അയാളെ അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ സാധാരണക്കാരെ, ഒരു പ്രശ്നമില്ലാതെ നോക്കിക്കൊണ്ടിരുന്ന സാധാരണക്കാരെ തല്ലി മാറ്റിയിരിക്കുന്നു. എന്തിന്? ഓട്ടിസം ബാധിച്ച ഒരു കൊച്ചിനെ പോലും പൊതിരെ തല്ലിയിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യുകയോ ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ പോലും ചെയ്യാത്ത ഈ പോലീസിൻ്റെ അക്രമത്തെ ക്രൂരമായിട്ടുള്ള ഈ പറയുന്ന ഹിംസാ പ്രവണതയെ നിർത്തുക തന്നെ ചെയ്യണം. അതിനെ ഹോം മിനിസ്റ്ററായിട്ടുള്ള പിണറായി വിജയന് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ഈ ചട്ടി വെച്ചിട്ട് ആൾക്കാരെ തലക്കടിച്ചപ്പോൾ പറഞ്ഞ അതേ ന്യായം തന്നെയാണ് ഇവിടെ പോലീസുകാർക്കും കാണുന്നത്. നേതാവിനെ പോലെ തന്നെയായിരിക്കും അടികൾ. 2020 എന്നുള്ളൊരു പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താനായിട്ട് 2020-യും BDJS-ഉം NDA-യും എപ്പോഴും ഉണ്ടാവും മുന്നിലെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന സമരത്തിന് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. BDJS-ന്റെ 2020-യുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോയ് ചേരിയക്കര, ജാൻസൺ ജോസഫ്, രാജു മേലടത്ത്, ഫീലി ജോർജ് എന്നിവർ പങ്കെടുത്തു.